2024 കണക്ക് പ്രകാരം സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം 50% വാണം പോലെ പിന്നെ ഇവിടെ വസീഫ് ഇവിടെ ഇരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന കണ്ടു. സപ്ലൈകോയിൽ കിട്ടുന്ന സാധനങ്ങളുടെ സബ്സിഡി തലകുത്തി വീണ ദിവസത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ വന്നിരുന്നു കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയ കാണിക്കുന്നത് എന്നുള്ള സാധനമാണ്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും സ്ത്രീയെ. ആ ലേഡിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായല്ലോ നീ കിടന്ന് കാറണേ. നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. ഒന്ന് മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ലെന്ന് വെച്ചാ. നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഒക്കെ വേണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ആ പെണ്ണുങ്ങളോട് മിണ്ടാതിരിക്കാൻ. ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിട്ടാ കൊല്ലും ഞാൻ. ആ പെണ്ണുങ്ങളോട് മിണ്ടാതിരിക്കാൻ. ഒരൊറ്റ അടിക്ക് വട്ടോടിച്ച് 2 പീസായി കളഞ്ഞാൻ. ആ പെണ്ണുങ്ങളോട് മിണ്ടാതിരിക്കാൻ. എന്ത് വർത്താനാണ് നമ്മുടെ ജനാധിപത്യ ചർച്ച? ഉപ്പും കോലുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് വർത്താനാണ്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. ആൾക്കാർ ഇടപെടാറുണ്ട് എന്നുകൊണ്ട് പെണ്ണുപിള്ളകൾ പറയാം. കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. എല്ലാരും നല്ല തന്നെ പറയുന്നത്. ടിവിയിലെ ചാനലിൽ മുഴുവൻ ലൈവായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് ഞാനാണ്. ഏറ്റവും കുറച്ച് സമയം കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു എനിക്ക് പറയേണ്ടി വരും. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? പറയും, മര്യാദയ്ക്ക് പറയും. അല്ല, മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ. ക്ഷമ അവിടെ കിടന്ന് പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇത് റിമൂവ് ചെയ്തു. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന അല്ലാതെ വേറൊന്നുമില്ലല്ലോ.